വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3-ാം തീയതിയാണ്, വ്യാഴാഴ്ച, കന്നിമാസം 17-ാം തീയതി. നിരവധി വാർത്തകളുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് CPI. DGPയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം നടപടിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നാണ്. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം ഉണ്ടായതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ മിഴി തുറക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്ത വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി എടുക്കുമോ എന്ന് ഇന്നറിയാൻ കഴിയും. DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം നടപടി എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിത നിലപാട്. അനധികൃത സ്വത്ത് സമ്പാദനം, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, കടത്ത് സ്വർണം വീതം വയ്പ്, എടവണ്ണയിലെ കൊലപാതകം, മാമി തിരോധാനം, ഇങ്ങനെ PV അൻവറിന്റെ ആരോപണ പെരുമഴ. പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ബോംബ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും പൂരം കലക്കലും. ആരോപണങ്ങൾ ഒന്നൊന്നായി വന്നു നിന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും സംസ്ഥാന പോലീസ് സേനയിലെ രണ്ടാമനുമായ ADGP അജിത് കുമാറിന് നേർക്ക്. പിന്നാലെ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമര പരമ്പരകളിലേക്ക്. തൃശൂരിലെ തോൽവിയുടെ നടുക്കം വിട്ടുമാറാത്ത CPIയും ADGP RSS ബന്ധത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ADGPയെ നീക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. മുന്നണി യോഗത്തിൽ ഘടകകക്ഷികളടക്കം വിഷയമുയർത്തിയിട്ടും മുഖ്യമന്ത്രി കുലുങ്ങിയില്ല. എല്ലാവരോടും പറഞ്ഞത് DGPയുടെ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കൂ എന്ന്. അതിൻ്റെ അവസാന ദിവസം ഇന്നാണ്. എല്ലാ വിഷയത്തിലും DGP അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നും ക്രമസമാധാന ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കാണാൻ പോകുന്നത് പതിവാണെന്നുമായിരുന്നു RSS കൂടിക്കാഴ്ചയിൽ ADGPയുടെ വിശദീകരണം. എന്നാൽ CPI വച്ചകാൽ പിന്നോട്ടെടുത്തില്ല. ഇന്നലെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AKG സെന്ററിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിഷയം ഉന്നയിച്ചു. ഇനി അറിയേണ്ടത് റിപ്പോർട്ടിൽ എന്താകും DGPയുടെ കണ്ടെത്തലെന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അജിത് കുമാറിനെ കൈവിടേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി. പക്ഷേ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് വിവാദങ്ങൾ അവസാനിപ്പിക്കാനും മുന്നണിയിലെ പ്രശ്നം പരിഹരിക്കാനും അജിത് കുമാറിന് സ്ഥാനചലനം അത്യാവശ്യമാണെന്നും കരുതുന്നു. അതിനാൽ അൻവർ ഉയർത്തിക്കൊണ്ടുവരാത്ത വിഷയങ്ങളായ RSS കൂടിക്കാഴ്ചയുടെയും പൂരം കലക്കലിലെ തുടരന്വേഷണത്തിന്റെയും പേരിൽ നടപടിക്കാണ് ആലോചന. വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും. ജയിൽ മേധാവി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത്. അജിത് കുമാറിന് പകരക്കാരനായി ക്രമസമാധാന പാലനത്തിലേക്ക് ആദ്യ പരിഗണന ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനും രണ്ടാം പരിഗണന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യയ്ക്കുമാണ്. സീനിയറായ ഒരാളെ വേണമെന്ന് കരുതിയാൽ മനോജ് അബ്രാമിനെയും പരിഗണിക്കും. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരായ പരാതിയിൽ DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് യോഗം ചേരും. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാറിനെതിരെ നടപടി വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഇക്കാര്യം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. DGPയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം തീരുമാനമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. തൃശൂർ പൂരം അലങ്കോലമായത് പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഇക്കാര്യങ്ങൾ ബിനോയ് വിശ്വം നേതൃയോഗത്തിൽ അറിയിക്കും. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും ചർച്ചയായേക്കും. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന്. തൃശൂർ പൂരം വിവാദത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യത. ADGPക്കെതിരായ പരാതികൾ, മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിലെ PR ഇടപെടൽ എന്നിവ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടുന്നതിനു പിന്നാലെ ADGPക്കെതിരായ നടപടി തീരുമാനിക്കുമെന്ന നിലപാട് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ ആവർത്തിക്കാനാണ് സാധ്യത. വിവാദ അഭിമുഖത്തിലെ PR ഏജൻസിയുടെ പങ്ക് വിശദീകരിക്കാൻ കഴിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPIഎമ്മും. ദ ഹിന്ദു പത്രത്തിന്റെ വിശദീകരണത്തോടെ വിവാദം അവസാനിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ PR ഏജൻസിയുമായി മുഖ്യമന്ത്രിയുടെ ബന്ധം എന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ CPIഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഏജൻസിക്കും പത്രത്തിനുമെതിരെ നിയമ നടപടി ഉണ്ടാകുമോ എന്നതിലും വ്യക്തതയില്ല. മലപ്പുറം വിവാദം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെച്ച ആയുധം തിരിച്ചടിച്ച അവസ്ഥയാണ് മുഖ്യമന്ത്രിക്കും CPഎമ്മിനും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്കുള്ള സ്വീകാര്യത തകർക്കാൻ
രാഷ്ട്രീയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നീക്കമെന്നാണ് CPIM പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നൽകിയ കത്തിന് പിന്നാലെയാണ് അഭിമുഖം PR ഏജൻസി വഴിയാണ് നടത്തിയതെന്നും വിവാദമായ പരാമർശം കെയ്സൺ ഏജൻസി രേഖാമൂലം എഴുതി നൽകിയതാണെന്നും ദ ഹിന്ദു വിശദീകരിച്ചത്. ഇതോടെ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നാവടഞ്ഞു. വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ PR ഏജൻസിക്ക് ആരെങ്കിലും നിർദ്ദേശം നൽകിയതാണോ, PR ഏജൻസി സ്വമേധയാ ചെയ്തതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനിടയിലാണ് അഭിമുഖം നടക്കുന്ന സമയം മുൻ CPM MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യവും ഒപ്പമുണ്ടായിരുന്നുവെന്ന വിവരം പുറത്തുവന്നത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണമുയർന്നാൽ പ്രസ്താവനയെങ്കിലും ഇറക്കി പാർട്ടി പ്രതിരോധിക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ CPM നേതൃത്വം ഇതുവരെ മൗനം വെടിഞ്ഞിട്ടില്ല. PR സഹായം തേടിയിട്ടില്ലെന്ന് പറഞ്ഞ മന്ത്രിമാരും ചില നേതാക്കന്മാരും പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിലും നേതൃത്വം ഇപ്പോഴും മൗനത്തിലാണ്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് PR വിവാദത്തിൽ വ്യക്തത വരുത്തണമെന്ന ആലോചന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നുണ്ടെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ CPMന്റെ പ്രതികരണവും ഇന്നുണ്ടായേക്കും. 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരും. അഭിമുഖ വിവാദം ചർച്ചയായേക്കും. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ PR ഏജൻസി രേഖാമൂലം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് ദ ഹിന്ദു പത്രം വിശദീകരിച്ചിരുന്നു. എന്നാൽ PR ഏജൻസിയുടെ പങ്കുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇക്കാര്യങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന CPIയുടെ ആവശ്യവും നിയമസഭയിൽ പ്രതിപക്ഷത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകളും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. വിവാദ പരമ്പരകൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം ആദ്യ ദിനം സഭ പിരിയും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ എല്ലാ രാഷ്ട്രീയ ആയുധങ്ങളും പ്രയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. PV അൻവർ മുതൽ PR ഏജൻസി വരെ സർക്കാരിനെ സഭാതലത്തിൽ തുറന്നെതിർക്കാൻ കഴിയുന്ന വിവാദ പെരുമഴ നനഞ്ഞു നിൽപ്പാണ് സർക്കാരും CPMഉം. PV അൻവർ ഉയർത്തിയ കലാപക്കൊടി ADGP MR അജിത് കുമാർ സംഘപരിവാർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്, പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട്, സർക്കാരിന് ഉത്തരം പറയേണ്ട വിഷയങ്ങൾ നിരവധി. നാളെ അടിയന്തര പ്രമേയമടക്കമുള്ള മറ്റു നടപടികൾ ഉണ്ടാകില്ല. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് സഭ പിരിയും. തിങ്കളാഴ്ച മുതലായിരിക്കും സഭാതലം പ്രക്ഷുബ്ധമാവുക. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. PR ഏജൻസിയാണ് അഭിമുഖത്തിന് സമീപിച്ചതെന്ന ഹിന്ദു പത്രത്തിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭയിൽ പ്രതീക്ഷിക്കാം. PV അൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്ത്, P ശശി അടക്കമുള്ളവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ സഭയിൽ വരും. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങളിലേക്ക് കടക്കാതിരുന്ന മുഖ്യമന്ത്രി സഭയിൽ എന്ത് വിശദീകരിക്കുമെന്ന് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നുണ്ട്. പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ടാണ് മറ്റൊരു തലവേദന. പൂരം കലക്കി തൃശൂരിൽ BJPയെ വിജയിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഓർഡിനൻസിന് പകരമുള്ള ബില്ലുകളും നിയമസഭ പാസാക്കും. 24 തിരുവനന്തപുരം. നിയമസഭാ സെക്രട്ടേറിയറ്റിനെതിരെയുള്ള ആരോപണത്തിൽ സ്പീക്കറുടെ മറുപടിക്കു കാത്തു പ്രതിപക്ഷം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യ നോട്ടീസുകൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറ്റി എന്ന ആരോപണത്തിലാണ് സ്പീക്കറിന്റെ മറുപടിക്കായി കാത്തിരിക്കുന്നത്. നിർണായക ചോദ്യങ്ങൾക്ക് നക്ഷത്ര ചിഹ്നം അനുവദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കു നൽകിയ കത്തിൽ പറയുന്നത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സഭ ചേരുമ്പോൾ ക്രമപ്രശ്നമായി വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, കാഫിർ സ്ക്രീൻഷോട്ട് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഭയിൽ മറുപടി പറയാതിരിക്കാനുള്ള നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഒത്തുകളി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുമായി NCP നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന്. AK ശശീന്ദ്രൻ, PC ചാക്കോ, തോമസ് K തോമസ് എന്നിവരാണ് വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുക. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഇക്കാര്യം നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിക്കും. പൂർണ്ണ മനസ്സോടെയല്ലെങ്കിലും മന്ത്രിമാറ്റം AK ശശീന്ദ്രൻ അംഗീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ തോമസ് K തോമസിനെ ഈ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ മുഖ്യമന്ത്രി അനുകൂലിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ശശീന്ദ്രൻ വിഭാഗം. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. ലോറി ഉടമ മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിനു പിന്നാലെ ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ മനാഫ് നിഷേധിച്ചു. വിവാദങ്ങൾക്കിടെ ഇന്ന് മുക്കത്ത് സ്വീകരണ പരിപാടിയിൽ മനാഫ് പങ്കെടുക്കും. ഗുരുതര ആരോപണങ്ങളാണ് മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഇന്നലെ ഉന്നയിച്ചത്.
കുടുംബത്തിന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു, യൂട്യൂബ് ചാനലിലൂടെ വൈകാരികത ചൂഷണം ചെയ്യുന്നു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ. ഇത് തുടർന്നാൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം രൂക്ഷമായത്. മനാഫ് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലും സൈബർ ആക്രമണം നേരിടുന്നതായി അർജുന്റെ കുടുംബം ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് മനാഫിന്റെ പ്രതികരണം. വിവാദങ്ങൾക്കിടെ ഇന്ന് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മനാഫ് പങ്കെടുക്കും. രാവിലെ 10 മണിക്കാണ് പരിപാടി. 24 കോഴിക്കോട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്കാണ് അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് കടക്കുന്നത്. ലെബനൻ തലസ്ഥാന നഗരമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മധ്യ ബെയ്റൂത്തിലെ ബച്ചറയിലാണ് ആക്രമണം. കൊല്ലപ്പെട്ടവരിൽ ഒരു അമേരിക്കൻ വംശജനുമുണ്ട്. ദക്ഷിണ ബെയ്റൂത്തിൽ വ്യോമാക്രമണം നടത്തി വരുന്നതിനിടെയാണ് മധ്യ ബെയ്റൂത്തിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചത്. മധ്യപൂർവ്വദേശത്തെ യുദ്ധഭീതിക്കിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ ഇറാന് ശക്തമായ മറുപടി നൽകണമെന്നാണ് G7 രാജ്യങ്ങളുടെ അഭിപ്രായമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരും. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇന്നലെ ജോ ബൈഡൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. ഇസ്രായേലിന് ആവശ്യമായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള നിലയിലായിരുന്നു അത്. പക്ഷേ ഇന്നിപ്പോൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരാക്രമണവും അനുവദിക്കില്ല എന്ന നിലപാടിലാണോ? അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിലും കൂടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? എന്താണ് ശരിക്കുള്ള നിലപാട് എന്ന കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് സ്മിത. അതിൽ കൺഫ്യൂഷൻ വേണ്ട. കാര്യം അത് തീർച്ചയായിട്ടും തിരിച്ചടിക്കണം എന്നുള്ള ഒരു നിലപാട് അമേരിക്കയ്ക്ക് ഉണ്ട്. പക്ഷേ ഈ യുദ്ധം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ പാടില്ല. കാര്യം ഇറാനും അത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും ഈ അമേരിക്കയും ഒക്കെ നേരിട്ട് യുദ്ധത്തിലേക്ക് വരാൻ പാടില്ല. ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ഇന്നലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇറാൻ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരം എന്നായിരുന്നു നെതന്യാഹു ഇറാന്റെ ആക്രമണത്തെ പറ്റി പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിടുന്നതായി നേരത്തെ തന്നെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയ്ക്കും അത്തരം സംശയങ്ങൾ ബലപ്പെട്ടതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഇപ്പോൾ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയാൽ അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് ബൈഡൻ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. തിരിച്ചടിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് പരോക്ഷമായ യോജിപ്പുണ്ട്. പക്ഷേ അത് ആനുപാതികമായിരിക്കണമെന്നാണ് ബൈഡൻ വ്യക്തമായിരിക്കുന്നത്. അതായത് അത്ര വലിയ തോതിൽ ആക്രമണം നടത്തരുത്, ഇസ്രായേൽ മറുപടി നൽകണമെന്നുള്ള ഒരു അഭിപ്രായം G7 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടെന്നും ബൈഡൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇസ്രായേലിന്റെ സൈനിക നീക്കം എന്താണെന്നുള്ള കാര്യം അമേരിക്ക അവരുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും അധികം താമസിയാതെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ഈ തിരിച്ചടിക്കുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമയവും രീതിയും അധികം വൈകാതെ തീരുമാനിക്കുമെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്മിത, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടികൾ സർക്കാർ കോടതിയെ അറിയിക്കും. റിപ്പോർട്ടിലെ ലൈംഗിക ആരോപണങ്ങളിൽ പോലീസ് 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് സർക്കാർ കോടതിയിൽ സമർപ്പിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 4 വർഷത്തിലധികം നടപടി സ്വീകരിക്കാതിരുന്ന സർക്കാർ നിലപാടിനെ ഹൈക്കോടതി നേരത്തെ തന്നെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണ്ണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറി ഇന്ന് യോഗം ചേരും. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കും. ജഡ്ജസിനെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. ഫിനിഷിംഗ് പോയിന്റിൽ ഓരോ ട്രാക്കിലും സ്ഥാപിച്ചിട്ടുള്ള ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചാണ് വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുന്ന സമയം കൃത്യമായി രേഖപ്പെടുത്തുന്നത്. പരാതിയിൽ അന്തിമ തീരുമാനം അപ്പീൽ ജൂറിയുടേതാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, തുഴഞ്ഞ, കാരിച്ചാൽ, ചുണ്ടനാണ് നെഹ്റു ട്രോഫി ജേതാക്കൾ. ഫിനിഷിംഗ് സമയത്തിൽ കൃത്രിമം കാണിച്ചു എന്ന ആരോപണവുമായി വിയാപുരം, ചുണ്ടൻ, തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ് ഭാരവാഹികളാണ് രംഗത്തെത്തിയത്. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകുന്നതിനെതിരെ മകൾ ആശ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മൃതദേഹം വൈദ്യപഠനത്തിന് സ്വീകരിക്കാമെന്ന എറണാകുളം മെഡിക്കൽ കോളേജിന്റെ തീരുമാനത്തിനെതിരെയാണ് ഹർജി. മെഡിക്കൽ കോളേജ് നടത്തിയ ഹിയറിംഗ് മുൻവിധിയോടെയാണെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ആശ വാദിച്ചിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വീണ്ടും ഹിയറിംഗ് നടത്താനാകുമോ എന്നത് സംബന്ധിച്ച് നിലപാട് സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി
കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ കോൺഗ്രസിനായി ഇന്ന് പ്രചാരണത്തിനിറങ്ങും. ന്യൂഹിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നേതാക്കൾ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഹരിയാനയിലെ BJPയുടെ പ്രചാരണ പരിപാടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ആം ആദ്മി പാർട്ടിക്കായി അരവിന്ദ് കെജ്രിവാളും ഹരിയാനയിലെത്തിയിരുന്നു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഈ മാസം 8-ന് വോട്ടെണ്ണൽ. ഇനി കാലാവസ്ഥാ റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പുനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി പൈലറ്റ് ഗിരീഷ് കെ പിള്ളയുടെ മൃതദേഹം ഇന്ന് ജന്മനാടായ കൊല്ലത്തെത്തിക്കും. രാവിലെ വിമാനമാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം അവിടെ നിന്ന് റോഡ് മാർഗമാണ് കൊല്ലം കുണ്ടറയ്ക്ക് സമീപമുള്ള വീട്ടിലെത്തിക്കുക. പുനെ ബാദവൻ മേഖലയിൽ ഇന്നലെ രാവിലെയാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഗിരീഷിനു പുറമെ പരംജീത് സിംഗ് എന്ന മറ്റൊരു പൈലറ്റും എഞ്ചിനീയർ പ്രീതം ഭരദ്വാജും അപകടത്തിൽ മരിച്ചു. പുനെയിലെ ഓക്സ്ഫോർഡ് ഗോൾഫ് ക്ലബിന്റെ ഹെലിപാഡിൽ നിന്നാണ് ഹെലികോപ്റ്റർ പറന്നുയർന്നതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൽ വിംഗ് കമാൻഡറായിരുന്നു ഗിരീഷ്. 2014 വിരമിച്ചതിനു ശേഷം ഹെറിറ്റേജ് ഏവിയേഷൻ എന്ന സ്വകാര്യ സ്ഥാപനത്തിൽ പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ പ്രതി ചേർത്തതിനു പിന്നാലെ ആശുപത്രി മാനേജർ ഒളിവിലെന്ന് സൂചന. കോട്ടക്കടവ് TMH ആശുപത്രി മാനേജർ മനോജ് പാലക്കൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഇയാളെ കേസിൽ പ്രതി ചേർത്തത്. ഒന്നാം പ്രതിയായ വ്യാജ ഡോക്ടർ തിരുവല്ല സ്വദേശി അബു എബ്രഹാമിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സ തേടിയ വിനോദ് കുമാർ സെപ്റ്റംബർ 23-നാണ് മരിച്ചത്. തുടർന്ന് കുടുംബം നടത്തിയ അന്വേഷണത്തിലാണ് വിനോദ് കുമാറിനെ ചികിത്സിച്ചത് വ്യാജ ഡോക്ടറാണെന്ന് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് കാട്ടുപന്നിയുടെ ശല്യം പരിഹരിക്കാൻ പ്രാദേശിക സ്ക്വാഡ് രൂപീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ വനം വകുപ്പ് ആസ്ഥാനത്ത് ഇന്ന് ഉന്നതതല യോഗം ചേരുകയാണ്. കാട്ടുപന്നികളെ വെടിവെക്കാൻ വൈദഗ്ധ്യം ഉള്ളവരെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്നതാകും ഇന്നത്തെ യോഗത്തിലെ പ്രധാന ചർച്ച. കാട്ടുപന്നികളെ കൊല്ലാൻ വൈദഗ്ധ്യമുള്ളവരെ ലഭിക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കാനുള്ള തീരുമാനം. പാലക്കാട് എല്ലാവഞ്ചേരി കുന്നിലെ ഓപ്പൺ ജിമ്മിൽ വൈകുന്നേരമായാൽ ഒരു താരമെത്തും. 70 വയസ്സുകാരി തങ്ക രാമൻകുട്ടി. ആരോഗ്യം നോക്കാതെ അലസരായി നടക്കുന്നവർ ഈ 70-കാരിയെ കണ്ടു പഠിക്കണം. ദിവസവും വൈകിട്ട് 5:30 തങ്ക ഓപ്പൺ ജിമ്മിലെത്തും. പിന്നെ 1 മണിക്കൂർ ജിമ്മിലെ എല്ലാ ഉപകരണങ്ങളിലുമായി വ്യായാമം. മറ്റാരും ജിമ്മിലില്ലെങ്കിലും തങ്കയ്ക്ക് അതൊരു പ്രശ്നമേ അല്ല. സ്വന്തം ആരോഗ്യമാണ് വലുത്. തങ്ക പറയുന്നത് ഇങ്ങനെ: അതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. അപ്പോൾ ആ തുടക്കത്തിൽ ഒക്കെ വന്ന് എല്ലാവരും വന്ന് പുതിയതല്ലേ, ഇപ്പം എല്ലാവരും വന്ന് ചെയ്യാൻ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആരും വരുന്നില്ല. മിക്കവാറും വൈകിട്ട് വരും. വൈകിട്ട് വന്ന് ഒരു 6 മണിക്ക് ചിലപ്പോഴൊക്കെ വെച്ച് വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ ഊഞ്ഞാലിൽ കൂടെ ആടി പിന്നെ പോകും. തൊഴിലുറപ്പ് തൊഴിലാളിയായ തങ്ക 5 മാസം മുൻപാണ് ഒരു കൗതുകത്തിന് ജിമ്മിലെത്തിയത്. പലരും ചെയ്യുന്നത് കണ്ടാണ് പഠിച്ചത്. ഇപ്പോൾ വ്യായാമമില്ലാതെ പറ്റില്ലെന്നായി. വീട്ടിലിരിക്കുന്നതല്ലോ, നമ്മൾ വന്ന് ചെയ്യുക, നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുമല്ലോ, ഒരു ആരോഗ്യവും കിട്ടുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നാലും പറ്റില്ല. ശരീരത്തോട് എത്തുകൊണ്ടേ അവിടെ കട്ടവരത്ത് നിന്നാൽ ഗണിക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പം നമ്മളിത് വന്ന് സാധാരണ ചെയ്യും. തങ്കയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇപ്പോൾ പലരും ഓപ്പൺ ജിമ്മിലെത്തുന്നുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു: തങ്ക സൂപ്പറാണ്. ഒരിച്ചിരി പ്രായമാകുമ്പോഴേക്കും അയ്യോ എനിക്ക് വയ്യെന്നും പറഞ്ഞ് ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നവർ തങ്കയമ്മയെ കണ്ടുപഠിക്കണം. ആരോഗ്യ സംരക്ഷണത്തിന് അവരെടുക്കുന്ന ഈ എഫേർട്ട് അത് മാതൃകയാക്കാൻ ശ്രമിക്കണം. ശ്യാം ബാലുവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഇനി നോക്കാം കായിക വാർത്തകൾ.
ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് 4ാം മത്സരമാണ്. രാത്രി 7:30 നടക്കുന്ന എവേ പോരാട്ടത്തിൽ ഒഡീഷ FC യാണ് എതിരാളികൾ. ഒഡീഷയുടെ മൈതാനമായ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളിൽ 1 വീതം ജയവും തോൽവിയും സമനിലയുമോടെ ബ്ലാസ്റ്റേഴ്സിന് 4 പോയിന്റാണുള്ളത്. 3 മത്സരങ്ങളിൽ 1 ജയവും 2 തോൽവിയും ഉൾപ്പെടെ ഒഡീഷയ്ക്ക് 3 പോയിന്റ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. അർബുദത്തെ തുടർന്ന് മരിച്ച 40 വയസ്സുകാരിയുടെ സ്വപ്നം നിറവേറ്റാൻ ഏറെ കഠിനാധ്വാനം ചെയ്ത ഒരു അധ്യാപികയെക്കുറിച്ചാണിനി. പാലക്കാട് ലക്കിടി സ്വദേശി ആയിഷ ഓർമ്മയായെങ്കിലും അവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് സാജിദ എന്ന അധ്യാപിക. ടാർപ്പായ വലിച്ചുവെട്ടി ഷീറ്റ് കൊണ്ട് മറച്ച താൽക്കാലിക ഷെഡിൽ തല ചായ്ച്ചിരുന്ന ഒറ്റപ്പാലം ലക്കിടി സ്വദേശിനിയായ ആയിഷയുടെയും സംസാര വൈകല്യമുള്ള തൻ്റെ ഭർത്താവിൻ്റെയും 3 പെൺമക്കളുടെയും ചിരകാല സ്വപ്നമായിരുന്നു സുരക്ഷിതമായൊരു വീട്ടിൽ ഒരു ദിവസമെങ്കിലും അന്തിയുറങ്ങണമെന്നത്. പക്ഷേ ഈ സ്വപ്നം നിറവേറും മുൻപേ അർബുദ രോഗത്തോട് പൊരുതിത്തൊറ്റ ആയിഷ തിരികെ മടങ്ങിയിരുന്നു. ആയിഷ കണ്ട സ്വപ്നങ്ങൾ നിറവേറ്റാൻ കുടുംബത്തിന് തുണയായത് തൻ്റെ മക്കളുടെ പ്രിയപ്പെട്ട അധ്യാപിക സാജിദ. കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ സാജിദ ടീച്ചർ ഇവർക്കായി വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങി. പുതിയ വീടിനായി പ്ലാൻ വരച്ചതു മുതൽ താക്കോൽ കൈമാറുന്നതുവരെ ഓരോ ഘട്ടങ്ങളിലും ആദ്യാവസാനം ടീച്ചർ കർമ്മനിരതയായി. നിർമ്മാണത്തിന് ആവശ്യമായ പണം കണ്ടെത്തിയതും ടീച്ചറുടെ ഇടപെടലിൽ തന്നെ. ജിദ്ദ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയം വനിതാ കൂട്ടായ്മ നിർമ്മാണ പ്രവൃത്തികൾക്കായി അകമഴിഞ്ഞ് സഹകരിച്ചു. മറ്റു പ്രവാസി സുഹൃത്തുക്കളെയും സഹായ സന്നദ്ധതയുള്ളവരെയും ടീച്ചർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് 7 ലക്ഷം രൂപയോളം സമാഹരിച്ചു. എത്രയും പെട്ടെന്ന് അവർക്ക് 4 ദിവസം ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യമാക്കണം, എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു 3 മാസം കൊണ്ട് പണി പൂർത്തിയാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വീട് പണി ആരംഭിച്ചത്. നിർഭാഗ്യവശാൽ വീട് പണി 1 മാസം പിന്നിട്ടപ്പോഴേക്കും അവർ നമ്മെ വിട്ടു പിരിഞ്ഞു. വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച ശേഷമാണ് ആയിഷയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത്. വെറും 3 മാസം കൊണ്ടാണ് ഈ സ്വപ്നഭവനം കെട്ടിപ്പൊക്കിയത്. ഏറെ സ്വപ്നം കണ്ട വീട്ടിൽ ഒരു ദിവസം പോലും സുരക്ഷിതമായി കിടന്നുറങ്ങാനായില്ലെങ്കിലും ആയിഷയുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സാജിദ ടീച്ചർ. 24 പാലക്കാട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സിനെ പരോക്ഷമായി വിമർശിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ലോകത്തിനു മുന്നിൽ പശ്ചിമബംഗാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ദുർഗാപൂജ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മമതാ ബാനർജി. ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടേഴ്സും മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. ജയിൽ മാനുവലുകൾ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. കേരളത്തിലെ ജയിൽ ചട്ടം ഉൾപ്പെടെ ചോദ്യം ചെയ്ത് മഹാരാഷ്ട്ര സ്വദേശിനി സുകന്യ ശാന്ത നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറയുക. കേരളം, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പഞ്ചാബ്, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, തമിഴ്നാട്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ ജയിൽ ചട്ടമാണ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്. ജയിലുകളിലെ ജോലികളും തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലവും എല്ലാം ജാതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹർജിയിലെ ആരോപണം. ചില ആദിവാസി വിഭാഗങ്ങളെ വ്യത്യസ്തമായാണ് ജയിലിൽ പരിഗണിക്കുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.